ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ടു ആൾ. അവബോധം ഒരിക്കലും വാടാത്ത പൂ പോലെയാണ്. സ്വയം ബോധത്തിൽ നാം വളരുന്നതോടൊപ്പം അതും വളരുന്നു. അവബോധത്തിലേക്ക് നയിക്കുന്ന ഒരു നിയമത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഇന്റൻഷൻ, ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ. പലർക്കും അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല എന്ന പരാതി പറഞ്ഞു കേൾക്കണു. റിയൽ ആയിട്ട് എന്താണ് നമ്മളോട് പ്രപഞ്ചം പറഞ്ഞു തരുന്നത്? പ്രപഞ്ച ശക്തികൾ നമുക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ് എന്താണ്? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലർക്ക് ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എളുപ്പം കഴിയണു, ചിലർക്ക് പറ്റുന്നില്ല? അപ്പൊ അതിന് കാരണങ്ങളില്ല. മെത്തേഡ് എല്ലാം സെയിം ആണ്. വിഷൻ ബോർഡ് ഒരേപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള കഥകൾ എന്താണ്? അതിൽ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുന്ന പ്രപഞ്ച നിയമങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് 5ാമത്തെ നിയമം. 7 നിയമങ്ങളാണ് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 5ാമത്തെ നിയമം ദ ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ. നമുക്ക് നോക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എല്ലാവരെയും ക്ഷണിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിലേക്ക്, സുന്ദരമായ അനുഗ്രഹീതമായ ഒരു ഞായറാഴ്ചയിലേക്ക്. ഈ ഞായറാഴ്ച എല്ലാവരും ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. Out to you, Sajesh Nanmars. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ആദരണീയനായ ബൈജു സാർ, ഐസക് സാർ, ജോയ് സാർ, ജോസ് കുര്യൻ സാർ, നായർ സാർ, മറ്റെല്ലാ ഹൃദയബന്ധുക്കൾക്കും സുപ്രഭാതം. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കുന്നു ഇപ്പം 40 ആണ് ആൾക്കാരുള്ളത്. 50 എത്തിയില്ല. നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഞായറാഴ്ച അവധിയില്ല. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതിന് ഒരു ദിവസം പോലും അവധി ഇല്ല എന്നാണ് ഓരോ ദിവസവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ദിവസവും യോഗയ്ക്ക് വരാൻ പറ്റാത്തവരും ദയവ് ചെയ്ത് ഞായറാഴ്ച ഒരു 4:45 വന്നാൽ മതി. 4:45 വന്ന് ഒരു 5:15 വരെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ജോയ് സാർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് മെഡിറ്റേഷൻ. അത് മാത്രം ചെയ്താൽ മതി ആഴ്ചയിൽ. ബാക്കി ദിവസം ഒന്നും വന്നില്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. നമ്മുടെ ചക്ര മെഡിറ്റേഷൻ, ശരീരത്തിലെ 7 ഊർജ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മെഡിറ്റേഷൻ. അത് പങ്കെടുക്കുന്നതിലൂടെ വളരെ എനർജിയും അതുപോലെ തന്നെ നമ്മുടെ മാറ്റങ്ങളെല്ലാം തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ച മുതൽ നമുക്ക് ഈ പ്ലാറ്റ്ഫോം 5:15 ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളത് 4:45 ഓപ്പൺ ചെയ്യുന്നു എന്നാക്കി മാറ്റിയാലോ എന്നുകൂടി ആലോചിച്ചു പോവുകയാണ്. കാരണം അത് ഇത്രയും ഗുണകരമായ ഒരു ടൂള് നമ്മുടെ മുന്നിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ അതിനെ പിടിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുകൊണ്ടാണ്. അതിനെ കൂടി നമ്മളൊന്ന് വശത്താക്കിയേ പറ്റൂ. പറന്നു പോവും, പക്ഷെ അതിനെ കൂടി ഒന്ന് പിടിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നല്ല ദിനം ആരംഭിക്കാം. ഓങ്കാരൻ ടീച്ചർ, പ്രാർത്ഥന. അയ്യോ, ഞാനായിരുന്നു. അതെ, ഇന്നലെ ഒരുപാട് വൈകിപ്പോയി. അപ്പോ പെട്ടെന്ന് കിട്ടുന്ന ആള് ടീച്ചറെ പോകും. ഇതിൽ നായർ സാബുണ്ട്. പിന്നെ ഞാൻ പാടാം സാറേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലെന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥ കനിയണമേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. ചിന്തകൾ ചെയ്തികൾ നന്മയിൽ നിറഞ്ഞിടാൻ ചൊരിയണമേ നിൻ നൽവരങ്ങൾ. സത്കുരുനാഥ
ഗുണമാശയം ആത്മവിശ്വാസം നീ ഞങ്ങളിലൂടെ ഒഴുക്കിടണേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. ആകുല വ്യാകുല ചിന്തകളകറ്റി നീ ലോകത്തിൻ നന്മയ്ക്കായി നയിച്ചിടണേ. അഗ്നിപരീക്ഷകൾ അപകടവ്യാധികൾ നിന്നെല്ലാം ഞങ്ങളെ കാത്തിടണേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലെന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥ കനിയേണമേ. താങ്ക് യു ടീച്ചർ. വീബസിന് അനുയോജ്യമായ പ്രാർത്ഥന. ആകുലത വ്യാകുലത എല്ലാം അകറ്റി നന്മയേകുന്ന, കൂട്ടായ്മയിൽ അനുഗ്രഹം ചൊരിയുന്ന പ്രാർത്ഥന. താങ്ക് യു. നാളെ രമ ടീച്ചറാണ് നാളെ പ്രാർത്ഥന. ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ, മുൻകൂട്ടി തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിനത്തിലേക്ക് പോവാം. ആഗ്രഹങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കും ലക്ഷ്യപ്രാപ്തിയിലേക്കുമുള്ള ചർച്ചകളിലേക്കും എല്ലാം പോവാം. ഓവർ ടു വൈസ് സാർ. താങ്ക് യു സജീഷ് സർ. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളുടെ വി ബെസ്റ്റ് ഡേ 1068 ദിനം. തുടർച്ചയായ ഒരു ദിവസം പോലും മുടങ്ങാതെ ഉള്ള തുടർച്ചയായ 1668 ദിനങ്ങൾ. എല്ലാവരെയും അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്നത്തെ ലോ നമ്മളറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ. ഡിസയർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആഗ്രഹം. ഒരു കോൺഫ്ലിക്റ്റിനെ പറ്റി ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് റിവേഴ്സ് എഫക്റ്റ് അതിൻ്റെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വേർഷൻ. അതിന് മുന്നോടിയായിട്ട് എല്ലാവരോടും ചോദിക്കുന്നു, ആർക്കാണ് ഒരു 2 വിഷൻ ബോർഡ് എങ്കിലും ചെയ്തിട്ട്, 2 or 3 വിഷൻ ബോർഡ് ചെയ്തിട്ടും ആദ്യത്തെ വിഷൻ ബോർഡിലെ ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് നടത്തിക്കാൻ പോവാണ്. എല്ലാവരും റെഡിയായിക്കോ? ആരാണ് പറയാം? ഭാഗ്യവതി ഭാഗ്യവാൻ ആരാ? അതായത് ഒരെണ്ണം ഞാനിങ്ങനെ ഗോൾ സെറ്റ് ചെയ്തു, പക്ഷെ അത് നടന്നിട്ടില്ല. ഇന്ന് നമ്മളത് നടത്താനുള്ള കാര്യമാണ്. ആർക്കാ ഭാഗ്യം വേണ്ടേ? ഒരാളെ പറ്റൂ. അതായത് ഞാൻ കുറെ നാളായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നടക്കണില്ല. അത് നമ്മൾ ഇന്ന് സാക്ഷാത്കരിക്കും, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ പറഞ്ഞു തരും. ചെയ്യേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. ഞാൻ ചെയ്താൽ എനിക്കേ ഗുണമുണ്ടാവും. അതുകൊണ്ട് ഈ നിയമം പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഓഫർ, ബിഗ് ഓഫർ, സൺഡേ ഓഫർ റെഡി. എടുത്തോളൂ. ആർക്കാണ് ഇതുവരെ നടക്കാത്ത ഒരാഗ്രഹം? ഞാൻ കുറെ ചിന്തിച്ചു, കുറെ ആഗ്രഹിച്ചു വെച്ചിരുന്ന ഒരു ആഗ്രഹമാണ്, ഒരു ഗോളാണ്. അത് വിഷൻ ബോർഡിൽ ഇമേജ് ആയിട്ട് വെച്ചു. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു, പക്ഷേ അത് സാക്ഷാത്കരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പറയും, മുബഷിർ രാജി, താങ്ക് യു. ഭാഗ്യവതിയാണ്. താങ്ക് യു. പറയണമെന്നില്ല, പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. പറയാം. ഓക്കെ. ഓഫ്ലൈൻ ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ കുറെ നാളായിട്ട് കാത്തിരിക്കുകയാണ്. അത് വലിയൊരു ലക്ഷ്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റേതായിട്ടുള്ള ഒരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു സംഭവത്തിലേക്ക് എനിക്ക് എന്തൊക്കെയോ ഒരു തടസ്സങ്ങളൊക്കെ ആയിട്ട് അത് എത്തിയിട്ടില്ല. ഗുഡ്, സൂപ്പർ. എല്ലാവരും അഭിനന്ദിക്കും. ഇങ്ങനെ തുറന്ന് പറയാനുള്ള മനസ്സിലാവുള്ളൂ. റെഡി. ഇതിപ്പോ നിങ്ങളുടെ ഓരോന്നും എടുത്തോ. പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യാത്തത്. ഞാൻ ചിലപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാലോ എന്ന് ഓർത്തിട്ട്. ഇതിപ്പോ പിന്നെ കോമൺ ആയതുകൊണ്ടും വളരെ ക്ലാരിറ്റി ഉള്ളത് കൊണ്ടും നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ നിയമം നമ്മളോട് പറയണേ? എന്തുകൊണ്ടായിരിക്കും അത് നടക്കാത്തതെന്ന് ഈ നിയമം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിലേക്ക് പോകുന്നത്. 50-ലധികം ആളുകളായിട്ടോ, 51, 52 പേര്, 2 പേര് ലോഗിൻ ചെയ്യാൻ പറ്റാതെയുണ്ട്. അതുകൊണ്ടാണ്. ശരി, താങ്ക് യു. ദ ലോ ഓഫ് ഇന്റൻഷൻ ആൻഡ് ഡിസയർ. ഉദ്ദേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും നിയമം നമ്മളോട് പറയണു എന്തുകൊണ്ടാണ് ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയാത്തത്. നമുക്ക് ഇന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. 1, നമ്മുടെ ചിന്തകൾക്കും ഉദ്ദേശങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനും
നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആഗ്രഹിക്കുന്നത് ആകർഷിക്കാൻ ശക്തിയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ആശയമാണ് ഉദ്ദേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും നിയമം. ഒരു പ്രത്യേക ഉദ്ദേശത്തിലോ ആഗ്രഹത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ അത് നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ആ കാന്തിക ശക്തിയേക്കാണ് ഈ നിയമം വിരൽ ചൂണ്ടുന്നത്. എന്താണ് മാഗ്നറ്റിക് പവർ എന്ന് നമുക്കറിയാം. നമുക്കൊരു ഇരുമ്പ് ദണ്ടിന്റെ അതിനെ കാന്തിക ശക്തി കൈവന്നാൽ ആ ഇരുമ്പ് ദണ്ടിന്റെ ഭാരത്തെക്കാളും 12 ഇരട്ടി ഭാരത്തെ പൊക്കിയെടുക്കാൻ കഴിയും. ഒരു ഇരുമ്പ് ദണ്ടിന് കാന്തിക ശക്തി കൈവന്നാൽ അതിന്റെ ഭാരത്തെക്കാളും 12 ടൈംസ് ശക്തിയുള്ളതിനെ പൊക്കിയെടുക്കാൻ കഴിയും. കാന്തിക ശക്തി നഷ്ടപ്പെട്ടാൽ മുട്ടുസൂചി പോലും പൊക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ആശയം പലപ്പോഴും ആകർഷണ നിയമവുമായിട്ട്, ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും സമാനമായ ഊർജങ്ങളെ ആകർഷിക്കാവുന്ന വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ടെന്ന് പ്രസ്താവിക്കുന്നു. ലോ ഓഫ് പ്ലാസ്റ്റിസിറ്റി. എല്ലാവരും ഒന്ന് ഡെപ്തിൽ പോണേ. എവിടെയെങ്കിലും ക്ലാസ്സുകൾ കേട്ടാലോ പുസ്തകങ്ങൾ കണ്ടാലോ പോയി നോക്കിയേക്കും. സൈക്കോളജി പഠിക്കുന്നവർ മസ്റ്റ് ആയിട്ട് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്ലാസ് കിട്ടിയാലും പോയേക്കണം. എന്താണ് വൈബ്രേഷൻ എന്നും ഫ്രീക്വൻസി എന്നും നമ്മൾ കണ്ടു. ഊർജമാണ് എല്ലാം എന്ന് പറഞ്ഞു. എല്ലാം ഊർജ തരംഗമാണ്, ഊർജമാണ്. ആ ഊർജമുള്ളിടത്ത് വൈബ്രേഷൻ ഉണ്ടാവും. വൈബ്രേഷൻ ഉള്ളിടത്ത് ഒരു ഫ്രീക്വൻസി സെറ്റ് ആവും. ഇപ്പോ മുബഷിറാജി പറഞ്ഞ ആ ഒരു വൈബ്രേഷനിലേക്ക് ആളുടെ ആഗ്രഹങ്ങളെ സെയിം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആ വൈബ്രേഷൻ വരുമ്പോ അവിടെ ഒരു വർക്ക് നടക്കണം, ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യണം. ഇന്ന് നടക്കും. ഇന്ന് ഡേറ്റ് ഫിക്സ് ചെയ്തോ. ഇന്ന് ഈ സെഷൻ കഴിയുന്നതോടുകൂടി ആളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകും. ഫിക്സ് ചെയ്തോ. അപ്പൊ എന്താണ് അവിടെ? അതിനുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുമായിട്ടൊരു വൈബ്രേഷൻ ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യാം. അതിനൊരു കണ്ടന്റ് ആദ്യം നമ്മൾ ഉണ്ടാവും. അത് ആൾക്ക് ഉപകാരപ്രദമാകുന്നതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ ചിന്തകളെയും, ആദ്യം എവിടെയാ ചിന്ത, പിന്നെ നമ്മളത് പതുക്കെ ചിന്തകളിൽ നിന്നും നമ്മുടെ പ്രവൃത്തികളിലേക്ക് മാറും. അത് ചിന്തകൾ കഴിഞ്ഞ് വികാരങ്ങൾ ഉണ്ടാവും. ഫീൽ ചെയ്യണം. എങ്ങനെയാ ഫീൽ ചെയ്യാം? ഞാൻ മിക്കവാറും സെഷൻസുകൾ ചെയ്യുന്നത് 2 3 തവണയാണ് സ്റ്റേജിൽ ചെയ്യുക. ഒന്നാമത് നമ്മൾ ആ വെന്യൂവിൽ ചെയ്യുക. ഒന്നാമത് ഞാൻ എൻ്റെ മനസ്സിൽ ചെയ്യും. വീണ്ടും ഞാൻ ട്രെയിനിങ് ചെയ്യും. 2ാമത്തെ ട്രെയിനിങ്ങിലാണ് എൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യണം. ഈ ക്ലാസ് പോലും ഞാൻ ഇന്നലെ രാത്രി 2 പ്രാവശ്യം ചെയ്തു. നിങ്ങൾ എന്താണ് ഈ സെഷൻ കഴിയുമ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പോലും ഞാൻ ഫീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെ? എൻ്റെ ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല, അതുകൊണ്ട് അത് നടത്തി തരണമെന്ന് പറഞ്ഞു. ഇനി ആ ആളുടെ അതാരോ എക്സോ വൈ ആരാണെന്നൊന്നും ഞാൻ ഡിസൈഡ് ചെയ്തില്ല. പക്ഷെ ഇത് കഴിയുമ്പോൾ അവരെടുക്കുന്ന തീരുമാനവും അതിനെന്നോട് കാണിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ 2ാമത് മനസ്സിൽ ചെയ്തു, ചിന്തിച്ചു. ഞാൻ മനസ്സിൽ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ദെൻ ആ ഫ്രീക്വൻസി ഞാൻ സെറ്റ് ചെയ്തു. മിക്ക പ്രോഗ്രാം നിങ്ങളോട് ചില കുനിഷ്ഠ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നില്ലേ? ഇതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിക്കുന്നില്ല. ഒന്നുമില്ല, വലിയ മാജിക് ഒന്നുമല്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഇത് ഈ മനുഷ്യന്മാർക്ക് എന്തോ അമാനുഷിക ശക്തി ഒന്നുമില്ല. ചിന്തിച്ചാൽ മാത്രം മതി. എന്താണ് നമുക്കിവിടെ ഇരിക്കുന്ന മുഖം കണ്ണ് അങ്ങനെ കാണാൻ പറ്റണം കേട്ടോ. അവരെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ മനസ്സിനൊന്ന് കാണണമെങ്കിൽ മുഖത്ത് നോക്കണം. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മുടെ ആശയങ്ങൾ പലപ്പോഴും ഈ ആകർഷണ നിയമം എങ്ങനെയാ? ചിന്തകൾ, ഫീലിങ്സ്, വികാരങ്ങളും സമാനമായ ഊർജങ്ങളെ ആകർഷിക്കും. അപ്പോഴാണ് ഇന്ന് വേണോ വേണ്ടിയോ എന്ന് വരുന്നവര് പോലും ആ വൈബ്രേഷനിലേക്ക്, ഫ്രീക്വൻസിയിലേക്ക് വരും. എങ്ങനെയാലും സടകുടഞ്ഞെഴുന്നേക്കുന്നത് പോലെ രാവിലെ എഴുന്നേറ്റ് വരും. അങ്ങനെ നമ്മൾ ഒരു ഉദ്ദേശമോ ആഗ്രഹമോ സജ്ജമാകുമ്പോൾ, സെറ്റാകുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. ഇപ്പോ പരിശീലനം നടത്തണം ഓഫ്ലൈൻ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നൽ അയക്കുകയാണ്.
അത് ഉറപ്പായിട്ടും നമ്മുടെ യാഥാർത്ഥ്യത്തെ പ്രകടമാക്കിക്കൊണ്ട് പ്രതികരിക്കും. ബ്രോഷർ പ്രിന്റ് ചെയ്യൂ. ആദ്യം ചെയ്യേണ്ടത് 10 പേരെ അറിയിക്കണ്ടേ? അത് അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അതുകൊണ്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ സിഗ്നൽസ് അയക്കുന്നു, പ്രപഞ്ചത്തിലേക്ക് സിഗ്നൽസ് അയക്കുന്നു. അത് യഥാർത്ഥത്തിൽ പ്രകടമാക്കിക്കൊണ്ട് നമ്മളോട് പ്രതികരിക്കും. പ്രപഞ്ചം സത്യമാണ്, അത് സത്യത്തിലേക്ക് തന്നെ വരിക തന്നെ ചെയ്യും. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി സ്റ്റെപ്സ് ആയിട്ടൊരു 8-10 സ്റ്റെപ്സുകൾ നമുക്ക് ഫോളോ ചെയ്യാം. 10 സ്റ്റെപ്സ് പറഞ്ഞാൽ ഇപ്പൊ നടക്കാത്ത ആഗ്രഹങ്ങൾ എല്ലാം നടക്കും. റെഡിയാണോ? ഹേയ്, താങ്ക് യു പറ. 10 സ്റ്റെപ്സ്, ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ 10 മെത്തേഡ്. പലരും നടക്കാത്ത ആഗ്രഹങ്ങൾ ഇതാണ് മാനിഫെസ്റ്റേഷൻ. നമുക്ക് നോക്കാം. ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് കൂടി പോകാം. ഉദ്ദേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും നിയമത്തിൽ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന തത്വങ്ങൾ 5 എണ്ണമാണ്. 5 തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ആഗ്രഹം നടക്കുക. മോഹനേട്ടാ റെഡി? മോഹനേട്ടനെ കൊണ്ട് സംസാരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഡിൻസി ബഹളായിരുന്നു. നല്ല കർഷകനായിട്ടുള്ള ഒരു സംസാരിക്കാൻ അതിന്റെ പരാതികൾ നോർത്ത് സൈഡിൽ പോരാണ്ടമായിട്ട് സന്തോഷ് കോളിന്റെ നേതൃത്വത്തിൽ അവിടെ പരാതി രേഖപ്പെടുത്തി എല്ലാരെ കൊണ്ട് ഒപ്പിടിച്ച് ഇങ്ങോട്ട് അയക്കാൻ സാധിക്കുകയാണ്. മിക്കവാറും അത് കാലിക്കറ്റ് വരുമ്പോ എന്നോട് പറയും, നേരിട്ട് ബോധ്യപ്പെടുത്തും. അതിന് മുമ്പ് അറ്റാക്ക് ചെയ്യാണ്. മോഹനേട്ടാ അതെ, ഇന്നലെ അത് ഞാൻ ഒരു വാക്ക് പറയാൻ അവസരം കിട്ടുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നു. അതെ, മറ്റൊന്നല്ല, നമ്മള് വാരുന്ന ഓരോ ഉരുള ചോറിന് പിന്നിലും ചളി പുരണ്ട ചിലരുടെ വിരലുകളുണ്ട് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം. കർഷക ദിനത്തിനെങ്കിലും എല്ലാ ദിവസവും വേണം. അത് കർഷക ദിനത്തിലാവുമ്പോ അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഓക്കെ, അതിന്ന് പറയാം. താങ്ക് യു. ഇപ്പൊ എന്തുണ്ട് മോനട്ടെ? ഇപ്പൊ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം എത്ര വർഷമായി മോനട്ടെ ഈ കൃഷിയും കാര്യങ്ങളുമായിട്ട്? അല്ല, യഥാർത്ഥത്തിൽ ഞാനൊരു നല്ല കൃഷിക്കാരനല്ല, സത്യം പറഞ്ഞു. എന്നാൽ കൃഷിന്റെ വിപണന സാധ്യതയാണ് എൻ്റെ മനസ്സിൽ കൂടുതൽ. അതിനുള്ള പഠനങ്ങൾ, ഒരു വിത്തിൽ നിന്ന് ഒരു നല്ല വിളവ് സൃഷ്ടിക്കുന്ന, അതാണ് യഥാർത്ഥത്തിലെ ആർക്കിടെക്ട് എന്ന് പറയുന്നത്. അത് ഞാനല്ല. അതേസമയം അവരെ സഹായിക്കുന്ന ഒരുപാട് ഉപോത്ബലകങ്ങളായിട്ട് കാര്യങ്ങളുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പഠനം ഞാൻ 5-6 വർഷമായിട്ട് നടത്തുന്നുണ്ട്. ഞാനത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിരുന്നു. അധ്വാന ശേഷി കുറവായതുകൊണ്ട് മറ്റ് ആശയവിനിമയത്തിലൂടെ നമുക്കതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഈ ഒരു പഠനമാണ് എൻ്റെ മനസ്സിൽ നടത്തുന്നത്. അതിന് കിട്ടുന്ന എല്ലാ സോഴ്സും ഉപയോഗിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് നമുക്കൊരു സമാധാനത്തിൽ ഒരു കടയിലേക്കൂടെ നമുക്കതിങ്ങനെ ഡേ ബൈ ഡേ അത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത്. അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് കുറച്ചൊക്കെ. അതൊക്കെ ഇപ്പൊ മുബാഷർ അജി പറഞ്ഞത് മാതിരി ചില ഘടകങ്ങൾക്ക് പിന്നിലാണ്. തീർച്ചയായിട്ടും അത് ഇതിലൂടെ ആവും. നമുക്ക് അടുത്ത 10 സ്റ്റെപ്പിലേക്ക് കൂടെ നമ്മൾ ഓരോരാൾക്കും സംഭവിക്കും. താങ്ക് യു സോ മച്ച്. എന്ത് സംശയവും നിങ്ങൾ ഇന്നലെ നടാൻ തീരുമാനിച്ച, ചിലർ തീരുമാനിച്ചിട്ടുള്ളൂ, നട്ടിട്ടില്ല. അപ്പൊ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്, അതിലൊരു വാട്ടം വന്നാൽ പോലും നിങ്ങൾക്ക് മോഹനേട്ടനെ വിളിക്കാം. ദിവസം ഒരാഴ്ചക്ക് ശേഷം ഹാപ്പിനെസ് വില്ലേജിലേക്ക് പോയപ്പോ പടർന്ന് പന്തലിച്ച് നല്ല രസമായിട്ടുണ്ടായിരുന്ന മുന്തിരി വള്ളികളിൽ ഒരു വള്ളി ഭയങ്കര സങ്കടമായി കയറി ചെന്നപ്പോ. അപ്പൊ തന്നെ മോഹനേട്ടനെ വിളിച്ചു, മോഹനേട്ടാ ഒരു വള്ളി പോയി, എന്തോ പറ്റി? നോ പ്രോബ്ലം, അവിടെ ഒരു സാധനം ഇരിക്കണ്ട്, സ്യൂഡോമോണസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഞാൻ അന്ന് വാങ്ങി നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ഇട്ട് എടുത്തു വെക്കുക. അതിനുശേഷം അത് ഒരു സ്പ്രേയറിലെടുത്ത് ഇലകൾക്കൊക്കെ സ്പ്രേ ചെയ്യൂ. ദെൻ അതിന്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കൂ. സൂപ്പർ. നെക്സ്റ്റ് വീക്ക് ഇന്നലേക്ക് വന്നപ്പോ അവൻ ഉണർന്നു, എഴുന്നേറ്റു. ഞങ്ങളും സന്തോഷത്തിലായി. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു മോഹനേട്ടാ. താങ്ക് യു. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴികളിലൂടെ നമ്മളുടെ ജൈവ മനസ്സിനെ വളർത്താൻ പറ്റുന്ന ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി ആ ദിനത്തെ ഓർമ്മിപ്പിക്കാൻ അവസരം തന്നതിന് മോഹനേട്ടനോട് നന്ദി പറഞ്ഞുകൊണ്ട് പോവുക. 1, 5 സ്റ്റെപ്സ്
ശ്രദ്ധിക്കേണ്ട പ്രധാന തത്വങ്ങളാണ്. ഒന്ന്, നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം ക്ലാരിറ്റി ഉണ്ടോ? നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോവാം. ട്രെയിനറാണ് ശിവരാജ്. എന്ത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ടതെന്ന് ക്ലാരിറ്റി ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. ഇപ്പോഴാണോ ആയത്, നേരത്തെ ആണോ ആയത്? നേരത്തെ ഉണ്ട്. അപ്പൊ ക്ലാരിറ്റി ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്സ്. താങ്ക് യു. എല്ലാവർക്കും ഉണ്ടോ? നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് എഴുതി വെക്ക്. എന്റെ നടക്കാത്ത ഒരു കാര്യം ഇതാണ്. 2, ഫോക്കസ്. നിങ്ങളുടെ ഉദ്ദേശത്തിലോ ആഗ്രഹത്തിലോ സ്ഥിരമായ ശ്രദ്ധ നിലനിർത്തുന്നുണ്ടോ? ഫോക്കസ് ഉണ്ടോ എന്ന് ചിന്തിക്കുക. 3, അതുമായിട്ടൊരു ഫീലിംഗ് ഉണ്ടോ? അതിൽ പങ്കെടുക്കുന്ന ക്ലാസ് എടുത്തതിന് ശേഷം അവിടെ പറയുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും? ചിന്തിച്ചു നോക്കൂ. സൂപ്പർമാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു. അന്ന് പറയുന്ന ഫീഡ്ബാക്കിൽ ഒന്നും കയറി ഒരുപാട് സന്തോഷമൊന്നും ഉണ്ടാവരുത്. എന്നോട് മധുഭാസ്കർ സാർ പറയുന്നതാണ്, ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്ന ദിവസം നോർമലി ബൈജു നീ 1 മണിക്കൂറാണ് പഠിക്കണതെങ്കിൽ അന്ന് 2 മണിക്കൂർ പഠിക്കണം. കാരണം അപ്രീസിയേഷൻ കിട്ടുമ്പോൾ എനിക്ക് പേടിയാണ്. ഞാൻ ഇപ്പൊ പഠിക്കുന്നത് കുറച്ച് അധിക സമയമാണ്, ഗുരുവിനെ നിന്ദിക്കാനും കഴിയില്ല. അപ്പൊ ഞാൻ ഇരട്ടി ടൈം പഠിക്കേണ്ടി വരും. ക്ലിയർ? അപ്പോ ഫോക്കസ് എന്തൊക്കെ കാര്യത്തിലാണ്, അതില്ലെങ്കിൽ നമ്മളുടെ ഉദ്ദേശത്തിൽ ആഗ്രഹത്തിൽ സ്ഥിരമായ ഒരു ആഗ്രഹം സ്ഥിരമായി നിലനിർത്തും. 3, വൈകാരികമായ ബന്ധം അതുമായിട്ടുണ്ടാവണം, ആവേശം ഉണ്ടാവണം, സന്തോഷം പോലുള്ള നിങ്ങളുടെ ആഗ്രഹത്തിന് പിന്നിലെ വികാരങ്ങളുമായി ആ പരിശീലനം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു ആവേശമുണ്ടല്ലോ, അത് ഇപ്പൊ കാണാൻ കഴിയണം. അതാണ് ഫ്രീക്വൻസി. അതിന്റെ വികാരങ്ങൾ, ഫീലിങ്സ് ഉണ്ടാവണം. മോഹനേട്ടന്റെ കൃഷി, അവിടെയുള്ള ആ സ്ഥാപനം വളരുന്നതും കേരളത്തിൽ നിന്ന് മുഴുവൻ ആളുകൾക്കും സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പത്രങ്ങളിൽ വരുന്നത്, ന്യൂസ് ചാനലുകളിൽ വരുന്നത്, മറ്റുള്ളവരെല്ലാവരും പറയുന്നത്, മോഹനേട്ടൻ എന്റെ സുഹൃത്താണെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് പോലും ആവേശമുണ്ടാകുന്നത്, അങ്ങനെ വൈകാരികമായ ബന്ധം ആ ഗോളുമായിട്ട് ഉണ്ടാവണമെന്നാണ് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. 4, വിട്ടുകൊടുക്കുക. ഫലത്തോടുള്ള ഏതൊരു അറ്റാച്ച്മെന്റും വിടുക. എന്ത് തരും? ഹൗ എന്ന് പറഞ്ഞ വാക്കിൽ എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. പ്രപഞ്ചം നൽകുമെന്ന് വിശ്വസിക്കുക. പ്രപഞ്ചമാണ് കൊണ്ടുവരുന്നത്. പ്രപഞ്ചത്തിലേക്കാണ് നമ്മൾ ആ സിഗ്നൽസ് അയക്കുന്നത്. ആ വൈബ്രേഷനിൽ നിന്നും പ്രപഞ്ചത്തിലേക്കാണ് അത് അയക്കുന്നത്. നമ്മൾ ഫീൽ ചെയ്താൽ മാത്രം മതി. എങ്ങനെ വരുമെന്ന് ചിന്തിക്കരുത്. ചെയ്യണം, ചെയ്യേണ്ടത് ചെയ്യണം. പ്രപഞ്ചം നൽകുമെന്ന് വിശ്വസിക്കുക. പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. അത്രേ ഉള്ളൂ. 5, ഇപ്പോഴേ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. താങ്ക് യു പറ. നിങ്ങൾ കിട്ടിയ കാര്യം ഇപ്പോഴേ കിട്ടിയിട്ടില്ല. പ്രധാന തത്വമാണ്. ഈ തത്വമില്ലാതെ 10 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പൊ ആദ്യം ചിന്തിക്കേണ്ടത്, എനിക്ക് വ്യക്തതയുണ്ടോ, എനിക്ക് എന്റെ ഗോൾ ഫോക്കസ്ഡ് ആണോ, എനിക്ക് അതുമായിട്ട് ഒരു ഇമോഷണലി കണക്റ്റഡ് ആണോ, എനിക്കൊരു വൈകാരിക ബന്ധം അതുമായിട്ടുണ്ടോ, ഞാൻ എല്ലാം ഇങ്ങനെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രപഞ്ചം എനിക്ക് തരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടോ, നന്ദി ഉണ്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്ദി ഉണ്ടാവും. ഓരോ കാര്യത്തോടും നന്ദി പറയാം. അത് നമ്മുടെ വൈബ്രേഷനെയാണ് ഉയർത്തുന്നത്. അപ്പൊ ആ ഫ്രീക്വൻസിയിലേക്ക് പോകും. നന്ദിയില്ലാത്ത ഒരാൾക്ക് ഒന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നന്ദി കൂടി നമുക്കുണ്ടാവും. തോംസൺ ജി, ഡോക്ടറെ ഹാൻഡ് റൈസ് ചെയ്ത് പറയൂ. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഈ നമ്മള് ഡിറ്റാച്ച് കണക്ഷൻ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അറ്റാച്ച്മെന്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്ത് അറ്റാച്ച്മെന്റ് ആണ് സാർ? അത് ഈ റിസൾട്ട് കിട്ടുമോ എന്നുള്ളതിന്റെ ആ ഒരു ഇതാണോ? അതന്നെ നമുക്ക് ഡൗട്ട് വരുന്നു. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ജനിച്ചു വളർന്ന കാലം തൊട്ടേ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ ചില വിടുതലുകൾ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് 3 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്,
ask, believe, and receive. Ask, believe, receive. അവിടെ നമുക്ക് ഹൗ എന്ന് പറയുന്ന ഒരു ചോദ്യം ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എനിക്ക് ട്രെയിനിങ് നടത്താൻ പറ്റും, എങ്ങനെ ആളുകൾ വരും. അത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പഴയ ചിന്തകളുമായിട്ട് കണക്റ്റഡ് ആവും. ഇതുവരെ നടന്നിട്ടില്ല, ഇതുവരെ ഞാനൊരു കാര്യവും ചെയ്തിട്ട് നടന്നിട്ടില്ല, ഇനി ആളുകൾ വരുമോ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ മറ്റ് പോയിന്റ്സ് എല്ലാം ബ്ലോക്ക് ആവും. എന്താ, ആളുകൾ വരുമോ? ഞാൻ അനൗൺസ് ചെയ്യില്ല. ട്രെയിനിങ്ങിന്റെ കാര്യം എടുക്കാം. ഞാനൊരു പരിശീലനം നടത്താൻ നിശ്ചയിച്ചുറപ്പിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ പ്രാവശ്യം ആരോ പ്രോഗ്രാം നടത്തിയിട്ട് ആളുകൾ വന്നില്ല, അത് മാറ്റിവെക്കേണ്ടി വന്നു. റൈറ്റ്, അതെങ്ങനെ വന്നു അതൊന്നും എനിക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമുക്കൊരു എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ചിന്തിച്ചു പോയാൽ വർക്കാവില്ല. അത് പ്രപഞ്ചം തരുമെന്ന് പറയണം. അപ്പൊ നമ്മുടെ ഫ്രീക്വൻസി കൂടും. ഡൗട്ട് ഇല്ലാത്ത ചിന്തിക്കാൻ കഴിയുക, വിട്ടുകൊടുക്കുക, വിടുതൽ. അതാണ് ഉദ്ദേശം. ഹൗ, എങ്ങനെയെന്നുള്ള ചോദ്യം വേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്നു, ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവുന്നു. റൈറ്റ്. പിന്നെ സമയം അനുവദിച്ചു കൊടുക്കുക. അത് നമ്മുടെ ഡ്യൂട്ടി അല്ല, അത് പ്രപഞ്ചം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. പിന്നെ ഒരു ഡൗട്ട് കൂടെ, ഈ കൃതജ്ഞത പറഞ്ഞില്ലേ, അത് നമ്മളിപ്പോ അത് ഏത് ടെൻസിലായിരിക്കണം നമ്മളിപ്പോ പറയേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതെ, ഇപ്പൊ നമുക്ക് ലഭിച്ചതുപോലെ ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുകയെന്നാണോ അതോ അത് അഫർമേഷൻ ആണ്. അതല്ല, ഇത് താങ്ക് യു ഫോർ ഗിവിംഗ് ദാറ്റ്. ഗിവിംഗ്. എനിക്ക് തന്നതിന് നന്ദി. ആദ്യം നമ്മൾ നന്ദി പറയാം. 10 സ്റ്റെപ്സ് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. 10 സ്റ്റെപ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. എപ്പോഴാണ് നന്ദി പറയുന്നത്? നന്ദി പറയേണ്ടത് എന്തിനാണെന്നറിയാമോ? ഞാൻ ഇപ്പൊ നന്ദി പറഞ്ഞത് ഇന്നലെ ഈ സെഷനാണ്. 6:30 ആകുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലും പണ്ടുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്നോട് പല ചോദ്യങ്ങളും പലരും ചോദിച്ചിട്ടുണ്ട്. അതിന് ആൻസറാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇപ്പോഴേ നന്ദി പറഞ്ഞു. ദൈവമേ, എനിക്ക് ഈ കണ്ടന്റ്, എനിക്ക് ഈ ആശയങ്ങൾ തന്നതിന് ദൈവമേ നന്ദി. താങ്ക് ഗോഡ്. എനിക്കിങ്ങനെ പറയാൻ കഴിഞ്ഞതിന്, എൻ്റെ സൗണ്ട് നന്നായിരുന്നതിന്, ഇത്രയും പേര് വന്നതിന്. നിങ്ങളാരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ രാവിലെ ഞായറാഴ്ചയാണ്, ആരും വന്നില്ല. അപ്പൊ ഞാൻ ഇന്നലെ എന്ത് ചെയ്യും? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതും കഷ്ടപ്പെട്ട് റെഫർ ചെയ്തതും വെറുതെ ആവില്ലേ? അപ്പൊ ഞാൻ ഇന്നലെ തന്നെ നന്ദി പറഞ്ഞു. ഈ 50-55 പേര് ഇവിടെ വന്നതിന് നന്ദി, നിങ്ങൾ കേട്ടതിന് നന്ദി, ഈ ആശയം നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രായോഗത്തിൽ കൊണ്ടുവരുന്നതിന് നന്ദി, ഒരാൾക്കെങ്കിലും, കുറച്ചു പേർക്കെങ്കിലും നല്ല നന്മകൾ ഉണ്ടാവുന്നതിന് നന്ദി, എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ കഴിയുന്നതിന് നന്ദി, എനിക്കിതുപോലെ സംസാരിക്കാൻ കഴിയുന്നതിന് നന്ദി. അങ്ങനെ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ജോസഫ് ജോൺ സാർ പാട്ട് പാടാൻ കഴിയുന്നതിന് നന്ദി, അങ്ങേ കേൾക്കാൻ ആളുകൾ വരുന്നതിന് നന്ദി. അപ്പൊ നമുക്ക് ഒരാളോ 10 പേരോ 100 പേരോ അതൊന്നും വിഷയമില്ല. നമുക്ക് കിട്ടുന്നതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പറയുന്നത് വ്യക്തത, അതായത് ഇന്റൻഷൻ, ഡിസയർ. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓർമ്മിക്കുക, ഉദ്ദേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും നിയമം തൽക്ഷണം ആഗ്രഹങ്ങൾ അനുവദിക്കുന്ന ഒരു മാന്ത്രിക പടിയല്ല. ഹലോ, കേട്ടല്ലോ? ഇന്ന് ചെയ്തു നാളെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയരുത്. നിങ്ങൾ വലിയ വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ആഗ്രഹിച്ചതാണ്, ഞാൻ മിനിഞ്ഞാന്ന് കൊണ്ടിട്ട് ഒരു ട്രെയിനിങ് വെച്ചു, ആരും വന്നില്ല. അതുകൊണ്ട് ഇതൊരു മാന്ത്രിക പടിയല്ല എന്നറിയുക. ഉദ്ദേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും നിയമം തൽക്ഷണം ആഗ്രഹങ്ങൾ അനുവദിക്കുന്ന ഒരു മാന്ത്രിക വടിയല്ല. നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താനുള്ള ഒരു ശക്തമായ ഉപകരണമാണിത്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ ശക്തമായ ഒരു ഉപകരണമാണ്. അത് രൂപപ്പെടുത്താനുള്ള, അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ അതിന് വേണ്ടത് അർപ്പണബോധവും ക്ഷമയും സ്വയം അവബോധവുമാണ്. നമ്മൾ അവബോധത്തെക്കുറിച്ച് പറഞ്ഞത് അവിടെയാണ്. അവബോധം ഒരിക്കലും വാടാത്തൊരു പൂ പോലെയാണ്. സ്വയം ബോധത്തിൽ നാം വളരുന്നതോടൊപ്പം അതും വളരുന്നു. നമ്മൾ ബോധമുള്ളവരായി വളരുന്നതോടൊപ്പം നമ്മളുടെ ആ അവബോധവും വളരും. നമ്മൾ ആദ്യം ബോധത്തോടെ ആയിരിക്കുക. അങ്ങനെ അർപ്പണബോധവും ക്ഷമയും സ്വയം അവബോധവും നമുക്ക് ആവശ്യമാണ്.
ഒരു ശക്തമായ ഉപകരണമാണ്. അല്ലാതെ ഇന്ന് ചെയ്തു നാളെ കിട്ടുന്നു, ഡൗട്ട് അടിക്കരുത്. സംശയമുണ്ടെങ്കിൽ അത് വരില്ല. അപ്പൊ ഓർമ്മിപ്പിക്കേണ്ട പ്രധാന ഘടകം. ഓക്കെ, ഇനി പോകുന്ന 10 കാര്യങ്ങൾ നമുക്കിതിലേക്ക് പോകാം. ഉദ്ദേശത്തിന്റെയും ആഗ്രഹത്തിന്റെയും നിയമങ്ങളുമായി പ്രവർത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഉള്ളിലേക്കുള്ള ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, ടിപ്സ് ഉണ്ട്. എക്സാക്ട്ലി ടിപ്സ്, നുറുങ്ങുകൾ. 10 നുറുങ്ങുകളാണ്. 1, ലക്ഷ്യം വ്യക്തമായി പറയുക. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി നിർവചിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അവ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. ഒന്ന് എഴുത്, വ്യക്തമായി പറയുക, വ്യക്തമായി കാണുക. അവ്യക്തതയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിഷൻ ബോർഡിൽ നിന്ന് എടുത്ത് കളയണം. ചിലർ ആലോചിച്ചിരിക്കുന്ന കാണാം വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട്. ഞാനിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ചോദിക്കും, ഈ ഇമേജ് എന്താ വെച്ചത്, ഇത് ഞാൻ സാറേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഞാൻ ആദ്യം ഒരു സൈഡിൽ നിന്ന് വലിച്ചു തുടങ്ങും, കീറാൻ തുടങ്ങും. ലൈവ് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ കീറാൻ തുടങ്ങുമ്പോ കീറല്ലേ ഞാൻ പറയാം ഞാൻ എന്തായാലും അത് കീറിക്കളയും. കാരണം എന്താ, അവർക്ക് വ്യക്തതയില്ല. അവർ മാഗസിനൊക്കെ മറിച്ചു നോക്കിയപ്പോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജ് കണ്ടു. തൊട്ടപ്പുറത്തിരുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തിരുന്ന ആളുടെ വിഷൻ ബോർഡിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. അത് അവിടെ ഒട്ടിച്ചു വെച്ചപ്പോ, ഫോട്ടോയോട് ചേർത്ത് വെച്ചപ്പോ അതിനൊരു ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാനും എടുത്ത് ഒട്ടിച്ചു വെച്ചു. നോ, ചെയ്യരുത്. അതാണ് ക്ലാരിറ്റി. ഗോൾസ് എന്തായാലും നമുക്ക് ഒരു വ്യക്തത ഉണ്ടാവും. വ്യക്തത ഇല്ലാത്ത ഒരു സംശയം, ഒരു കാര്യവും നമുക്ക് ചെയ്യരുത്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്സ്. എഴുതുക. നിങ്ങളുടെ ഉദ്ദേശം അല്ലെങ്കിൽ ആഗ്രഹം കൂടുതൽ ദൃഢമാകാൻ രേഖാമൂലം എഴുതുക. എഴുതിക്കൊണ്ടേയിരിക്കുക. ഞാനിപ്പോ ഈ സെഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടതെന്നും ഇതെങ്ങനെ റിസൾട്ട് ആകുമെന്ന് ഞാൻ 2 or 3 പേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ പറയണമെന്ന് നിർബന്ധമില്ല, നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഇത് എന്നെ ദൃഢപ്പെടുത്താനാണ്. എൻ്റെ പ്രോഗ്രാമിനെ എനിക്കിത് ഇത്രയ്ക്ക് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴുതി വെച്ചതാണ്. അല്ലാതെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്, പക്ഷെ എഴുതാൻ മടിയാണ്. സിസ്റ്റത്തിൽ ചെയ്യും. എനിക്കതെല്ലാം സിസ്റ്റത്തിലുണ്ട്. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. എങ്കിലും ഞാൻ പെന്നെടുത്ത് എഴുതും. എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ ക്ലാരിറ്റി കിട്ടും. ഇതാണ് രണ്ടാമത്തെ. 3, നമുക്കറിയാം, ദൃശ്യവൽക്കരിക്കുക. ഇതിനകം കൈവശം വെച്ചിരിക്കുന്നതായി സങ്കല്പിക്കുക. ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞതായിട്ട്, ഇപ്പൊ ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞതായിട്ട് മനസ്സിൽ കാണുക. ട്രെയിനിങ് കഴിയുമ്പോൾ ഓരോരുത്തരും വന്നിട്ട് നിങ്ങളോട് പറയണു, ഓ മാം, ഇതുവരെ എവിടെയായിരുന്നു നിങ്ങൾ എന്താ ഇത്ര വൈകിയേ? ഇതൊക്കെ കേട്ടിട്ടില്ലേ? അതോ എത്ര പേര് കേട്ടിട്ടുണ്ട്? നിങ്ങളുടെ ഡയലോഗ്സ് കേട്ടിട്ട്, നിങ്ങളുടെ ഓഡിയോ വീഡിയോ കേട്ടിട്ട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഒന്നും വേണ്ട, നിങ്ങളുടെ കഴിവിനനുസരിച്ച്. സജി സാർ കേട്ടിട്ടില്ലേ? നിങ്ങൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ എൻ്റെ ഇത്രയും നാളെ നിങ്ങൾ എവിടെയായിരുന്നു? എത്ര ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്ക് ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടത്. സാർ റെഡിയല്ലേ? അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ സജി സാർ? അതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇന്നലെ കൂടി കേട്ടിരുന്നത് കണ്ടോ? ഇന്നലെ വൈകിട്ട് സെഷൻ വെച്ചപ്പോ അവിടെ ഒരാൾ അഭിപ്രായം പറഞ്ഞത് ഈ അഭിപ്രായമാണ്. യാ, എന്റെ നിങ്ങളൊരു മുക്കിലിരുന്ന് ഇങ്ങനെ എഴുതുമ്പോ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞത്. റൈറ്റ്. കുഞ്ഞു മുഹമ്മദ് സാർ എത്രയാണ് വർഷങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുകയല്ലേ? നിങ്ങളെ ആഗസ്റ്റ് 15 ആശംസ പറഞ്ഞപ്പോ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതൊക്കെ എവിടെയായിരുന്നു? ഇതിനകത്ത് നമുക്കൊരു മെസ്സേജിന് വേണ്ടി കഴിഞ്ഞ വർഷം വിളിച്ചില്ലല്ലോ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ശരിയല്ലേ ശരിയാ. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ്, ഒരു അഫർമേഷൻ നമ്മൾ എപ്പോഴും ഓർക്കണം. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കണം. എത്ര കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരും വിളിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കാർത്തികാജിക്ക് ഭയങ്കര ട്രെയിനിങ് ആണ്. ഓരോ ആളുകളെയും മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവരുടെ യഥാർത്ഥത്തിലുള്ള ഫീലിങ്സിനെ, അതൊരു പ്രത്യേക കഴിവാണ്. കുഞ്ഞായിരിക്കുന്ന ഒരാളെ പോലും ഇങ്ങനെ ഉണർത്തിക്കൊണ്ടുവരാൻ പക്ഷേ തലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ല എന്ന് പറഞ്ഞാണ്. 15 മണിക്കൂറൊക്കെയാണ് ഇപ്പോഴും ബാക്കിയാണ്. ഇപ്പൊ കുറച്ചൊന്നും തോന്നുന്നു. എല്ലാവരും നമ്മളുടെ ജീവിതത്തെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ
അനാവശ്യമായിട്ടുള്ള സമയം. അതാണ് നമ്മൾ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലീസ്റ്റ് എഫർട്ട്. ഇതിലേക്ക് വരുന്ന ഈ 5ാമത്തെ ലോയിലേക്ക് വന്നത് എങ്ങനെയാ നിങ്ങൾ നോക്കൂ. ഓരോ സ്റ്റെപ്പായിട്ടാണ് വന്നത്. നമുക്ക് ശക്തിയില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 5ാമത്തെ നിയമത്തിൽ വന്ന് നിൽക്കുന്നത്. അവിടെയാണ് നമ്മൾ 10 കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ ഇതെടുത്ത് ആദ്യം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ദൃശ്യവൽക്കരിക്കുക, ഇതിനെ ഫീൽ ചെയ്യുക. അത് തന്നെയാണ് ഇപ്പൊ സംസാരിച്ചത്. ഓസ്റ്റിൻ സാറൊക്കെ എന്താ പറയണമെന്നറിയാമോ? ഓസ്റ്റിൻ സാറിനെ കുറിച്ച് പ്ലാറ്റ്ഫോമിലും കേരളത്തിലും മുഴുവൻ പറയുന്നത്, ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു നോവൽ ഏതായിരുന്നു ബുക്ക് റിവ്യൂ നടത്തിയത്, അയാളുടെ കാശ് മേടിക്കണം നിങ്ങൾ പോയിട്ട്. ഓസ്റ്റിൻ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഏതൊരു ബുക്ക് റിവ്യൂ നടത്തി, എനിക്ക് തോന്നുന്നു DC ബുക്സിലൊന്നും ആ ബുക്ക് തീർന്നു പോയി. റാം, മൈക്ക് മ്യൂട്ടാണ്. സോറി. കഴിഞ്ഞ ദിവസവും പ്ലാറ്റ്ഫോമിൽ അതിനെക്കുറിച്ച് പറയണ്ടായിരുന്നു. വേറെ ഏതോ വിഷയമാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. റാം കെയർ ഓഫ് ആനന്ദി. അത് കേട്ടിട്ട് കേരളത്തിലെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മുഴുവൻ ആ പുസ്തകം വായിച്ചു. അത് വായിക്കുക മാത്രമല്ല, എന്താ അതിന്റെ ടെക്നിക്സ് എന്നറിയാമോ? അതിനെ തുടർന്ന് 2ാമത്തെ ബുക്കും 3ാമത്തെ ബുക്കും വായിച്ചു. റൈറ്റ് സാർ? വസന്ത് സാർ ഒന്ന് പറ, അഭിമാനത്തോടു കൂടി പറയാം. അതൊരു സത്യം പറഞ്ഞാൽ ഞാൻ ബുക്ക് റിവ്യൂസ് എല്ലാം മോട്ടിവേഷണൽ ബുക്കല്ല ചെയ്യാറ്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് എന്നെ തന്നെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നോവൽ എടുത്തത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നോവൽ എടുത്ത് ചെയ്തു. അതിലേറ്റവും രസകരമായ കാര്യം വെച്ചാൽ കുറെ പേര് ബുക്ക് വായിച്ചു എന്ന് മാത്രമല്ല, ആ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കിന്റെ അവസാനം പറഞ്ഞു, സാറേ ഈ ബുക്ക് ഇനി വായിക്കുമ്പോൾ റാമും ആനന്ദിയും ബാക്കിയുള്ളവർ മാത്രമല്ല സാറിന്റെ മുഖവും ഞങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് പറഞ്ഞു. കണ്ടോ? അത് വലിയൊരു പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. ഈ അടുത്തും കൂടി പറഞ്ഞു കുറെ പേര്. ഞാൻ കേൾക്കണല്ലേ, ഞാനൊന്ന് ഏതോ ഒരു പ്രോഗ്രാമിന് 1-2 പ്രോഗ്രാമിന് ഇടയ്ക്ക് ഇടിച്ചു കയറുമ്പോ അവിടെ കേൾക്കണു, എവിടെ വേറെ ഏതോ സബ്ജക്റ്റ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇടയിൽ നിന്നും ഈ സബ്ജക്റ്റ് എങ്ങനെ വന്നു? സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ. പരിധൂൻ സാറായിരുന്നു അതിന്റെ പ്രോഗ്രാം ഫീഡ്ബാക്ക് അടിപൊളിയായിരുന്നു. ഈ റാം കെയർ ഓഫ് ആനന്ദി ഞാൻ 3 പേർക്ക് എടുത്തു കൊടുത്തു ലൈബ്രറിയിൽ നിന്ന്. ഈ ബുക്കോ? ഞാൻ 2 മാസം എന്റെ കയ്യിൽ തന്നെ ആയിരുന്നു. ഞാനൊക്കെ ലൈബ്രറിയിലെ റാം കെയർ ഓഫ് ആനന്ദി ആവശ്യപ്പെട്ടത് ഇങ്ങോട്ട്. ശരി. എന്റെ മോൻ ആദ്യമായിട്ടൊരു ബുക്ക് വാങ്ങിയത് അതാണ്. ബബിൻ, മൂത്താള്, എഡിറ്റർ. അവർ പപ്പ എനിക്കൊരു ബുക്ക് വാങ്ങണം. ഞാൻ എന്റെ ബുക്കുകൾ ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ബുക്സുകളുണ്ട്. അവൻ ഇവിടെ വന്ന് തപ്പി, എന്നിട്ട് പറഞ്ഞു ഇതില്ലേ ബുക്ക്? ഞാൻ പറഞ്ഞു ഇല്ല. എന്താ സംഭവം? നോവലോ? മിണ്ടിപ്പോയത്. ഞാൻ നോവലിന്റെ ആളെയല്ല. അപ്പോഴാണ് അവൻ പറഞ്ഞത് ഇങ്ങനൊരു ബുക്ക് ഉണ്ട്, പപ്പ ഒന്ന് ബുക്ക് ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു ഓക്കെ, എന്റെ അക്കൗണ്ടിൽ ബുക്ക് ചെയ്തോളൂ, ആമസോൺ അക്കൗണ്ടിൽ ബുക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്ത് അത് ഇവിടെ വരുത്തി. അത് അവിടെ കിടക്കുന്നുണ്ട്. ഡിൻസിയും വായിക്കുന്നുണ്ട്. ഇതിലെന്താണെന്നറിയോ, ഈ ബുക്കിന്റെ പ്രത്യേകം ഞാൻ റീഡിങ്ങിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഈ ബുക്കിന്റെ പേര്. കാര്യം ഇതുവരെ വായിക്കാത്ത ഒരാൾക്ക് പോലും വായിച്ചു തുടങ്ങാൻ, അതായത് റീഡിങ് തുടങ്ങാൻ പറ്റിയൊരു പുസ്തകമാണ്. കണ്ടോ എന്തുകൊണ്ട് ആ ബുക്ക് സെലക്ട്? ഞാൻ അവിടെ കേട്ടാതാ. അതിനുശേഷം സാറേ അതൊരു 2 ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്തു. 3ാമത് ഞാൻ പോയി വേറൊരു ബുക്ക് വാങ്ങി, അതും ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കും. അങ്ങനെ റീഡിങ് ഹാബിറ്റ്സ് തുടങ്ങി. ഇവിടെ ഉണ്ട്. എങ്ങനെ ഏത് കേട്ടിട്ടാ? ഒന്ന് കാണിച്ചേ. ഓക്കെ, ആര് പറഞ്ഞിട്ടാ? ഈ ബുക്ക് റിവ്യൂ കേട്ടിട്ടാണോ? അതെ സർ, ഞാനൊന്ന് കേട്ടിരുന്നു ആ സെക്ഷനില്. ഓസ്റ്റിൻ സാറിന്റെ ക്ലാസ് ഞാനൊന്ന് കേട്ടിരുന്നു. അത് കേട്ടിരുന്നു ഞാനൊന്ന്. ശരിക്കും കമ്മീഷൻ മേടിക്കാം സത്യം പറഞ്ഞ. എന്താ ആളോട് പോയി ചോദിക്കും? ആളോടല്ല, DC ആണ് കാശ് ഉണ്ടാക്കണേ. DC ബുക്സ് അല്ലേ? DC ആണെന്ന് ഞാൻ വിചാരിക്കും. DC ആണ് കാശ് ഉണ്ടാക്കണേ. ഇപ്പൊ പറഞ്ഞതിലൂടെ കുറച്ചുകൂടി കമ്മീഷൻ, ഇപ്പൊ കുറച്ചുകൂടി കച്ചവടമായി. ശരി, നമുക്ക് അധികം കച്ചവടം വേണ്ട. ഇതുപോലെ പറയൂ സാർ. അത് അവിടെ ദി ട്രഷർ ഓഫ് പ്ലസന്റ് വാലി, ആ ഒരു എല്ലാവിധ ദുർഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരു പയ്യനിൽ മാറ്റം ഉണ്ടാക്കിയതിന്റെ കഥ. അതെ, അതും വായിക്കണം. ആ ബുക്ക് അവൈലബിൾ അല്ല സാറേ, അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. DC-ക്ക് ഒരു കത്തെഴുതിയാൽ മതി, ഈ ബുക്ക് അവൈലബിൾ അല്ല എന്നുകൊണ്ട്. DC-ക്ക് അയച്ചാൽ ഒരു 3 മാസത്തിനുള്ളിൽ ആ പുസ്തകം മലയാളത്തിൽ ഇറങ്ങും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല സാറേ. അത് കോപ്പിറൈറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല സാറേ. കിട്ടാൻ വേണ്ടിയിട്ട് അത് US-ലുണ്ട്. ഞാൻ US കഴിഞ്ഞ മാസം അത് വരുത്തിക്കുവാണ് ചെയ്തത്. 2 മാസം ചിലപ്പോൾ കോപ്പിറൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അവർക്ക് ഇന്ത്യയിൽ. ദ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി.
The treasure of pleasant valley. Thank you. അപ്പൊ അതില് ആ കുട്ടിയെ അട്രാക്ട് ചെയ്തത് അലക്ഷ്യമായി വസ്ത്രം ധരിച്ച് സിഗരറ്റ് വലിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കവർ ചിത്രമായിരുന്നു, പെൺകുട്ടിയുടെ കവർ ചിത്രം. അതാണ് അവനെ അട്രാക്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ കണ്ടന്റ് ഒരു വഴിത്തിരിവുണ്ടാക്കുന്നതിനെ പറ്റിയ കണ്ടന്റ് ആയിരുന്നു. ആ പുസ്തകം വായിച്ചതിന് ശേഷം ഈ കുട്ടി വീണ്ടും പുസ്തകം വായിക്കാൻ താല്പര്യം കാണിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ടീച്ചർ 112 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയാണ് അതേ ഓതറുടെ വേറെ പുസ്തകം കൊണ്ടുവന്നത്. അങ്ങനെ പല പല പുസ്തകങ്ങൾ വായിപ്പിച്ചു. അവസാനം അവിടുത്തെ അറ്റോർണിയായി, ജഡ്ജായി. അത് കഴിഞ്ഞിട്ട് അവരുടെ റീയൂണിയനിൽ ഈ കഥ അവതരിപ്പിക്കുമ്പോഴാണ് ടീച്ചർ ഈ ഓരോ പുസ്തകത്തിനും വേണ്ടി വേർപ്പൊഴുക്കിയതിന്റെ ഇൻസ്പിറേഷൻ ആഫ്റ്റർ പെർസ്പിറേഷൻ. ഇൻസ്പിറേഷൻ ആഫ്റ്റർ പെർസ്പിറേഷൻ. ആ വേർപ്പിന്റെ ഫലമാണ്. താങ്ക് യു. അപ്പൊ ഓരോ കാര്യങ്ങളും ഇതുപോലെ മുന്നിൽ കാണാൻ, ഇത് ചിലപ്പോൾ നമ്മുടെ ഓസ്റ്റിൻ സാർ മുന്നിൽ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇതുപോലെ കാണാൻ കഴിയണം. ഞാനിത് പഠിച്ചത് അന്നു മുതൽ ഇതുപോലെ കാണാൻ തുടങ്ങി. എവിടെ ചെന്നാലും സന്തോഷമാണ്. ഞാൻ ആദ്യം ഇത് സെറ്റ് ചെയ്തിട്ടാ പോണേ. സത്യമായിട്ടും ഇതാണ് എന്റെ മാജിക്. വെറുതെ കുറെ ഡയലോഗ്സ് അടിക്കുന്നുണ്ട്. നിങ്ങളോട് ഇപ്പൊ ഓരോരുത്തരോടും പറയുന്നില്ലേ, ഇത് ഞാൻ മനസ്സിൽ കണ്ടു. നാളെ രമ മിസ്സിന് ഒരു അപ്രിസിയേഷൻ കൊടുക്കണം. അപ്പൊ ഞാനിങ്ങനെ സന്തോഷിച്ചിരിക്കും. നാളെ രമ മിസ്സിന്റെ ചിരി ഇങ്ങനെ കാണാം. ഓക്കെ, ഞാൻ വിഷ്വലൈസ് ചെയ്യും, ഞാൻ ഫീൽ ചെയ്യും. അപ്പൊ എനിക്കൊരു അവസരം ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രമ മിസ് എന്താ ചെയ്തോണ്ടിരിക്കണം, ഡ്രസ്സ് മാറി, ഇന്ന് ഏത് ഡ്രസ്സ് ഇടണം ഒന്ന് ചിന്തിക്കുകയാണ്. ഇന്ന് കല്യാണത്തിൽ പോകണം, അതുവഴി കുറെ കാര്യങ്ങൾ കാണണം, പഴയ കൂട്ടുകാരെ കാണണം, ആളുകളെ കാണണം. അപ്പൊ എനിക്കത് കണക്റ്റായി. അപ്പൊ ഈ സ്റ്റെപ്സ് ആണ് നമ്മളെ സഹായിക്കുന്നത്. ഇതാണ് എന്റെ മാജിക്. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇതിനി ചെയ്തില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതെന്റെ പിന്നിൽ ഉള്ള കഥ. അതുപോലെ ഇപ്പൊ ബുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ കവർ പേജ് അട്രാക്ഷൻ, എന്നെ കുറിച്ച്, എന്റെ പോസിറ്റീവ് തോട്ട്സിനെ കുറിച്ചിട്ട് ആകെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത് 1-2 സുഹൃത്തുക്കളാണ്, ലേഡി സുഹൃത്തുക്കളാണ്. അവരെന്നോട് പറയാണ്, നിങ്ങളുടെ പോസിറ്റീവ് കോട്ട്സിലെല്ലാത്തിലും പെൺകുട്ടികളോ സ്ത്രീകളോ ആണല്ലോ, അതിനെന്താ കാരണം? ആൺകുട്ടികളെ വെച്ചുകൂടെ? ഞാൻ എന്തിനാ വെച്ചിരിക്കുന്നത് അറിയാമോ? ഒരു ആൺകുട്ടിയുടെ വെച്ചാൽ ആൺകുട്ടികൾ നോക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികൾ പോലും നോക്കില്ല, സ്ത്രീകൾ നോക്കില്ല. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ഇമേജ് വെച്ചിട്ടാണ് അത് ഞാൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കോ തോംസൺ, ഉറപ്പായിട്ട് ഡോക്ടറെ നമ്മൾ ആദ്യം ആ ഇമേജിലേക്ക് പോകും, റൈറ്റ്? സ്ത്രീകൾ നോക്കോ? സോറി, മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സ്ത്രീകൾ നോക്കോ? നോക്കും. ഇപ്പൊ ഈ പറഞ്ഞ പുസ്തകത്തിന്റെ കവർ പേജ് പോലെ അട്രാക്ട് ചെയ്യും. നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം ബോറാകൊന്നും ചെയ്യരുത്. എന്നുവെച്ചാൽ വൾഗറായിട്ടുള്ള ഇമേജ് ഒന്നും യൂസ് ചെയ്യരുത്. എനിക്ക് റീച്ച് കൂടുതൽ കിട്ടും, അത് ചെയ്യില്ല. പക്ഷേ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും എന്ത് കാര്യം. അപ്പൊ നമ്മുടെ ഇമാജിനേഷൻ, നമ്മളുടെ സന്തോഷം അപ്പൊ വൈകാരികമാകും. ഇപ്പൊ പറഞ്ഞാണ് വൈകാരികം. ഓക്കെ, എന്തായാലും 10 സ്റ്റെപ്സ് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ബാക്കി സ്റ്റെപ്സുകൾ നാളെ പറയാം, കാരണം വിശദമായിട്ട് പറയാം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫീൽ ചെയ്യുക, ഈ 4 സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. 1, വ്യക്തമായി പറയുക, വ്യക്തത ഉണ്ടാവണം. എഴുതുക, 10 പ്രാവശ്യമെങ്കിലും എഴുതണം. എൻ്റെ ഡയറീസ്, എനിക്ക് ഓരോ വർഷം എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ ഡയറീസ് കിട്ടും. ഞാൻ കുറേയൊക്കെ കൊടുക്കും, കുറച്ച് കൊടുക്കില്ല. ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഉറപ്പിക്കാൻ വേണ്ടി എഴുതുക, ദൃശ്യവൽക്കരിക്കുക. അവിടെ കിട്ടുന്ന ഒരു സെൽഫി ഫോട്ടോസ് എടുക്കും. ഞാൻ പലരും നെട്ടുന്നുണ്ട്, അതിൻ്റെ പ്രോഗ്രാം കഴിയുമ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. എങ്ങനെ ഫോട്ടോ എടുപ്പിക്കണമെന്ന് ടെക്നിക്സ് അറിയാമോ? നിങ്ങൾ വിചാരിക്കും എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ക്ലാസ് കേട്ടത് കൊണ്ടാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നോ, ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രമല്ല, ഞാൻ അവരെ കൊണ്ട് ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതറിയാലോ ഓസിൻ സാർ? 1 എന്താണ്? ക്ലാപ്പിംഗ്. 1 and 2 times ക്ലാപ്പ് പറ. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. ആക്ടിവിറ്റി തുടക്കം മുതലേ ഞാൻ ഫോളോ ചെയ്യും, അത് എൻഡിങ്ങിൽ കൊണ്ടുവരും. ആ ലാസ്റ്റ് ക്ലിപ്പ് ഫോട്ടോ എടുക്കുന്നത് പോലെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടാണ് പോണേ. പലരും ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഇതുവരെ ഒരുപാട് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് സാർ, ആ പ്രോഗ്രാം നടത്തിയിട്ട് ഫോട്ടോ എടുത്തു വെച്ചിട്ടില്ല. നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു, നടത്തിയിട്ടില്ല. എങ്ങനെയാന്ന് ചോദിച്ചു നോക്കൂ. ആർ കെ സാർ, സന്തോഷ് കൗൽ സാർ, നമ്മൾ ഫോട്ടോ എടുത്തതിന്റെ ഗുണം എന്താ?
കാസർഗോഡ് സ്കൂൾ പോയപ്പോഴത്തെ കാസർഗോഡ് സ്കൂളിൽ സാറേ, ചെന്നപ്പോ അത്ര വർഷം മുന്നേ ഉള്ള ആ ഫോട്ടോ ആ നിമിഷത്തിൽ ടീച്ചർ അവിടെ എടുത്തു കൊണ്ടുവന്നു. അവർ അത്ര കൃത്യമായിട്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഇത്രയും വർഷം മുന്നേ ഉള്ളതിനെ ഇത്രയും കൃത്യമായിട്ട് അവർ സൂക്ഷിക്കുകയും സാറിനെ കണ്ട നിമിഷം തന്നെ അത് കൊണ്ടുവരണം എന്നും അവരുടെ മൈൻഡിലേക്ക് കയറി വന്നു. 2018 കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്കടുത്തുള്ള ബേള എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി എടുത്ത ക്ലാസിന്റെ കൺക്ലൂഷനിൽ ഞാൻ എടുത്ത ഫോട്ടോ അവർക്ക് ഷെയർ ചെയ്തിരുന്നു. ആ ഫോട്ടോ അവർ ഫ്രെയിം ചെയ്ത് അവിടെ വെച്ചിരിക്കണം. ഇതുപോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. ചെയ്ത കാര്യങ്ങളാണ്, അല്ലാത്ത ഒന്നും പറയണ്ട. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം. അങ്ങനെ ജോസഫ് ജോൺ സാറിനോട് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആളുകൾ പറയുന്നു, എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടി, എനിക്ക് യൗവനം തിരിച്ചു കിട്ടി, എൻ്റെ കുടുംബം എനിക്ക് തിരിച്ചു കിട്ടി, എൻ്റെ സമൂഹം എന്നെ ആദരിക്കാൻ തുടങ്ങി. ഇതിന് ഒരേ ഒരു കാരണം സംഗീതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ 7000 രൂപയുടെ, ഒരു മാസം ഞാൻ 7000 രൂപയുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഇന്ന് ഒരു മരുന്നും കഴിക്കാതെ ഞാൻ സന്തോഷമായിട്ടിരിക്കും. നിങ്ങൾക്ക് അന്ന് ഞാൻ ആകെ തന്നത് 200 രൂപയാണ് ഒരു മാസം. അങ്ങനെ ഞാൻ 10 മാസം തന്നത് 2000 രൂപ മാത്രം. പക്ഷേ എനിക്ക് കിട്ടിയ ഗുണങ്ങൾ എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്തതാണ്. അങ്ങനെ പറയുന്ന ഒരു പരിശീലനമാണ് മുബഷിറാജി നിങ്ങൾ ഓഫ്ലൈനായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 4 സ്റ്റെപ്സ് മാത്രം മതി, നിങ്ങൾക്ക് നിറയെ ആളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ടാണ്. ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്താൽ, റാം കെയർ ഓഫ് ആനന്ദി പ്രസന്റ് ചെയ്താൽ, അല്ലെ ചെയ്തപ്പോ എന്താണോ അവിടെ ആഗ്രഹിച്ചത് വളരെ ക്ലാരിറ്റി ഉണ്ട്. ആ പുസ്തകം നോവൽ സെലക്ട് ചെയ്ത് എത്തിച്ചപ്പോ എന്താണോ ജനങ്ങളിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പുസ്തകം മാത്രം വാങ്ങണമെന്നല്ല, ഇത് വായിച്ചു തുടങ്ങുന്നതോടുകൂടി വായനയുടെ ഒരു ശീലം അവരിൽ മൊട്ടിടണം എന്ന ആഗ്രഹത്തോടു കൂടി ആണ് അത് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഓരോ മൊമെന്റിലും ദിസ് മൊമെന്റ് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുറെ ആളുകളുടെ അതിലൊരാള് ഓസ്റ്റിൻ സാറാണ്. റൈറ്റ് സർ, താങ്ക് യു പറ എന്നോട്. ചോദിച്ചു വാങ്ങും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ 4 സ്റ്റെപ്സ് മാത്രം മതി, ബാക്കിയുള്ളത് പതിയെ വന്നുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ബ്യൂട്ടിഫുൾ അനുഗ്രഹീതമായ